ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഓണത്തിൻ്റെ തലേന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവരും സദ്യ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ വീട്ടിൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ വിശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെമ്പടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിലും നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്തതും പച്ചമുളക് ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അതൊക്കെ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാലക്കാടൻ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓരോ വ്ളോഗിലൊക്കെ. അങ്ങനെ ഇതിൽ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ച സ്മെല്ലൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിയിൽ എക്സ്ട്രാ കളറൊന്നും ആഡ് ആക്കണില്ല. അപ്പോൾ ഈ തക്കാളിയിലും മുളക് പൊടിയിലും വരുന്ന ആ കളറാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് കിട്ടുക. വേണമെങ്കിൽ കളർ ആഡ് ആക്കാം. ഇപ്പോൾ ഞാൻ ഫുഡ് കളറൊന്നും ആഡ് ആക്കണില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയിട്ട് നല്ലതുപോലെ ഉടഞ്ഞ് വരണം കേട്ടോ. തക്കാളിയും മസാലയൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഇതവിടെ എല്ലാം ഒന്ന് ഉടഞ്ഞ് ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത്. വിറകടുപ്പിൽ ബിരിയാണിയൊക്കെ വെച്ച് ദമ്മൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക ദം ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. 1 ടീസ്പൂണ് ഗരം മസാല എന്നിവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മൾ നെക്സ്റ്റത്തെ വ്ളോഗ് ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കാണണേ. നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നബിദിനത്തിന് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വരെ ഇൻഷാല്ലാ. അങ്ങനെ ഇതിലേക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ കുറച്ചും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊക്കെ ഒന്ന് വഴന്ന് വന്നു വെച്ചാൽ ഇതിലേക്ക് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ബിരിയാണിയിൽ ചിക്കൻ എത്രത്തോളം കൊണ്ട് അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ഇവിടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരി എത്രയാണോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡബിളായിട്ടാണല്ലോ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ആ വെള്ളം അളന്ന് വെച്ചിരുന്ന് കുറച്ച് നമുക്ക് ഇതിലോട്ട് ചിക്കൻ വേവാനായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നിറയെ വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് ചിക്കനിലോട്ട് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നബിദിനത്തിൻ്റെ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ അത് കഴിഞ്ഞ് വെച്ച് അപ്ലോഡ് ആക്കാം കേട്ടോ. അന്ന് തന്നെ നമ്മൾ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളും അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതവിടെ നമ്മളിപ്പോൾ അരി അളന്നതിനനുസരിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ മൊത്തമായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇലയിലാണ് കഴിക്കണം. വാഴൻ്റെ ഇലയൊക്കെ വെട്ടി നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൽ തന്നെ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതവിടെ സോക്ക് ചെയ്ത് മാറ്റിയിട്ടുള്ള അരിനെയും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് വെട്ടിത്തിളച്ച് വെച്ചാൽ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ അരി വെന്ത് കിട്ടില്ല, ബിരിയാണി വേവാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ ഇതവിടെ ഇലയും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇങ്ങനെയാണ് ദമ്മിട്ട്. പഴയ ഒരു ദോശക്കല്ല് അടിയിൽ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ചെമ്പ് കയറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് അതിന് വെച്ചിട്ട്
ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി വയ്ക്കാം കേട്ടോ. അങ്ങനെയാണ് ദമ്മിടേണ്ടത്. പിന്നെ ഇതാണ് ദമ്മൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വാഴൻ്റെ ഇല അതിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇതാ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് എല്ലാവരും സദ്യ കഴിക്കുമ്പോൾ ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒരു മിനി വ്ളോഗാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം.